നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമുണ്ടെങ്കിൽ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ശർക്കര ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. ആ പാത്രത്തിൽ തന്നെയാണ് സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴമെല്ലാം ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്കുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പഴമെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. പഴമെല്ലാം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ കട്ടകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അരിപ്പൊടിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. ഇതുപോലെ തിക്കായി വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും